ലച്ചു ലച്ചു ആഹാ നീ റെഡിയായില്ലേ? ആ വിഷുക്കണിക്ക് സാധനം മേടിക്കാൻ പോകണം, പൂക്കൾ മേടിക്കാൻ പോകണം, അത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. 2 ദിവസം മുമ്പ് എന്നെ എഴുതി പൊറപ്പിക്കില്ല. എന്ത് പറ്റി? എനിക്ക് സത്യം സാധനം തീർന്നു അപ്പൊ എനിക്ക് എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്താടാ? ഒന്നുമില്ല. പറ എന്താ? എന്ത് പറ്റി? എന്തോ മനസ്സിനൊക്കെ ഒരു വല്ലാത്ത വിഷമം പോലെ. അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നല്ലോ, അമ്മയെ. റേച്ചേട്ടനറിയാലോ ഞാൻ ഇതിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ആളാന്ന്. വിഷു, ഓണം എല്ലാത്തിനും. എനിക്കെന്തോ ആരും ഇല്ലാത്തതുകൊണ്ടൊരു മനസ്സിനൊരു ഭയങ്കര വിഷമം. എടാ ലച്ചു, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലടാ. നീ അത് വിട്. എടാ അതെ, എനിക്ക് നീയും നിനക്ക് ഞാനും ഇല്ലേ, അത് പോരെ? സന്തോഷമായിട്ടിരിക്കും. പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം റേച്ചേട്ടാ. എടാ മോളെ, പിള്ളേർക്ക് വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലോ, അവർക്ക് എക്സാം ക്ലാസ്സൊക്കെ ഇല്ലേ, അത് കളഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റുമോ നമുക്ക്? നീ ഒരു കാര്യം ചെയ്യും, നീ എന്ന് എഴുന്നേറ്റ് റെഡിയായേ, നമുക്ക് പോയി കാണിക്ക്, ഒരുമിച്ച് പോയി സാധനം മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നിനക്കൊരു സന്തോഷമൊക്കെ വരും. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് കേട്ടോ. കമോൺ, ഉഷാറായിക്കട്ടെ. എടാ കുട്ടാ, അതെ ഒരു കാര്യം ചെയ്താലോ, ഈ തവണ കണി ഞാൻ ഒരുക്കിയിട്ട് ഞാൻ നിന്നെ വിളിച്ചാലോ? അതൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഈ ഐഡിയ എങ്ങനെയുണ്ട്? പണ്ട് അമ്മ എന്നെ ഉണർത്താറുള്ള പോലെ. വാ വാടാ വാ. കണ്ണു തുറക്കല്ലേ ലച്ചു? കണ്ണു തുറക്കാതെ പതുക്കെ എണീറ്റേ. കണ്ണു തുറക്കാതെ പതുക്കാം. തിരിഞ്ഞ് എണീറ്റേ. അങ്ങനെ നമ്മുടെ നേരെ നടന്നേ. നേരെ പോട്ടെ. നേരെ പോട്ടെ. ഇടത്തോട്ട് പയ്യെ. പടി ഒന്ന്, ആദ്യത്തെ പടി കേട്ടോ, സൂക്ഷിക്കണേ. ആദ്യത്തെ പടി. ആദ്യത്തെ പടി. അയ്യോ ഞാൻ ദേ പറഞ്ഞതിന് മുന്നേ എണീറ്റോ? കണ്ണു തുറക്കണ്ട, പതുക്കെ എണീറ്റേ. കണി കാണണ്ടേ? കണ്ണു തുറക്കരുത് കേട്ടോ. പതുക്കെ ഈ സൈഡിലേക്ക്. പതുക്കെ ഇവിടെ തിരിഞ്ഞു. കണി എങ്ങനെയുണ്ട് കഴിച്ചിട്ടാ? കണി അത്യുഗ്രൻ. എന്താ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്റെ വിഷ് കഴിഞ്ഞിട്ട് എന്ത്? ഞാൻ പറഞ്ഞല്ല കേട്ടോ. എൻ്റെ കൊച്ചിന് മനസ്സ് നിറഞ്ഞ നന്മയുണ്ടാട്ടെ. കുടുംബവും ബന്ധങ്ങളുമാണ് യഥാർത്ഥ സമ്പത്ത്. സ്നേഹം പങ്കിടാം, ബന്ധങ്ങൾ ഉറപ്പാക്കാം.